ഹായ് ഹലോ, ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷവായ മന്തിയുടെ റെസിപ്പി കാണാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കാശ്മീരി മുളക് ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 വെളുത്തുള്ളി, 10 ചെറിയുള്ളി, ഒരു തക്കാളി, ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു പിടി മല്ലിയില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു മാഗി ക്യൂബ്, പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ച മുളകുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് വിനാഗിരും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചിക്കനിൽ ഫുള്ളായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഒരു ചിക്കനാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് 4 പീസായി വലിയ പീസായി കട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് കഴുകി വൃത്തിയാക്കി വരഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് നല്ലപോലെ തന്നെ മസാല പിടിപ്പിച്ച് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ഒരു 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. എല്ലുള്ള ചിക്കൻ്റെ പീസുകൾ കുറച്ച് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതൊന്നും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 6 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് തിളച്ച് വരുമ്പോൾ ഈ അളവിൽ നിന്നും വ്യത്യാസം വരും കേട്ടോ. ഒരു 4-5 കപ്പ് വരെയൊക്കെ ഒന്ന് കുറഞ്ഞു വരും കേട്ടോ. അങ്ങനെ അത് ചിക്കൻ്റെ സ്റ്റോക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലയോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ടൊരു പാനിലേക്ക് ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നല്ലപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് മന്തി മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ അരി ഒരു 3 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നേരത്തെ തന്നെ കുതിരാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് അപ്പോൾ വേണ്ടത് ഒരു 4.5 കപ്പ് വെള്ളമാണ് കേട്ടോ. അതും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഉണക്ക നാരങ്ങ കൂടിയും ബേ ലീഫും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കുതിർത്തിയിട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച അരി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ക്ലിപ്പ് എൻ്റെ ഒന്ന് മിസ്സായി പോയിട്ടോ. അരി ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ബസ്മതി റൈസാണ് കേട്ടോ. അതൊരു മണിക്കൂർ നേരം കുതിരാൻ വേണ്ടി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അരി കിട്ടും കേട്ടോ. അങ്ങനെ അത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ അതൊരു 10-12 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്കതവിടെ മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ച ചിക്കനും ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ചിക്കന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു പാനിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ടൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് മേൽഭാഗം ഒന്ന് നല്ലൊരു കളറൊക്കെ ആവണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അത് ചിക്കൻ ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് നമ്മൾ ചിക്കന് വേവിച്ച് വെച്ച കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അത് നമുക്ക് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടൊന്ന് മസാല ആക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ അത് നല്ലപോലെ തന്നെ അത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാല നമ്മുടെ 2 പീസ് ചിക്കനിലേക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് 2 പീസ് റൈസിൽക്കും 2 പീസ് ഇതുപോലെ മസാല ഷവായിട്ട് കഴിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതാ ഇങ്ങനെയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി 2 പീസ് റൈസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ടൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിനുശേഷം ചാർക്കോൾ കത്തിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ.
ഇനി നമുക്കിതൊന്ന് ഒരു 10-15 മിനിറ്റ് നേരം ദം ചെയ്തെടുക്കണം. അങ്ങനെ ദം ചെയ്തെടുത്ത മന്തിയൊക്കെ ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ്റെ പീസ് ഇതിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ തന്നെ റൈസ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഓക്കെ, ബൈ.